എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും ഇന്ന് 5/11/2025 എന്നാണ് എപ്പോഴാണ് വീഡിയോ കാണാൻ. ഇതാണ് എൻ്റെ റൂം. ഞാൻ പുറത്ത് കാണിച്ചു തരാം. ഇതാണ് 5/11/2025 വ്യാഴാഴ്ചയാണ്. ചിലപ്പോൾ ഇന്നോ നാളെ എപ്പോഴാണ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വെള്ളിയാഴ്ച. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അറിയണം ഈ പ്രവാസികൾ എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൻ്റെ മുകളിലേക്ക് ഞാൻ കയറുമ്പോൾ ഈ കോണിപ്പടിയാണ്. ഈ കോണിപ്പടിൻ്റെ മുകളിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ബാത്റൂമിലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനത ഇത് ഇങ്ങോട്ട് ഇങ്ങനെ തിരിക്കുക. അങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനെ ആക്കിയിട്ട് ഇതിപ്പോൾ ഒരു കുളത്തുണ്ട് ഇതാ. പിന്നെ അപ്പോൾ ഇതിനുള്ളിലേക്ക് കിടക്കുക. ഓരോ മനുഷ്യന്മാരുടെ ജീവിതങ്ങളത് കണ്ടു പഠിക്കണം കേട്ടോ, ഇതൊക്കെ എന്താണെന്നുള്ളത്. പിന്നെ അതഞ്ഞ് ഇതിനുള്ളിലേക്ക് കിടക്കാൻ പോകുക. എന്താണ് ഇതിൻ്റെ ബാത്റൂം എപ്പോഴും നല്ല വൃത്തിയും വെടുപ്പുണ്ടാവും. കാരണം ഇത് ഇപ്പോൾ ടൈൽസ് ഇവിടെ പൊട്ടിയതാണ്. കാരണം ഈ സാധനം ഞാൻ ഇറക്കുമ്പോൾ ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ട് പൊട്ടി. അതവിടെ പൊട്ടിയിട്ട് ആകെ അങ്ങോട്ട് പൊട്ടിപ്പോയിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. ഇതാണ് ഓരോ മനുഷ്യനും കണ്ണത്ത രാജ്യത്ത് പോയിട്ട് ഓരോരുത്തരും, ഞാൻ മാത്രമല്ല കേട്ടോ, സർവ്വ ആൾക്കാരും പല തരത്തിലും ജീവിക്കുന്നുണ്ട്. പക്ഷേ ആരും പുറത്തേക്ക് വിടൂല. കാരണം വളരെ മോശപ്പെട്ട പരിപാടിയല്ല വെച്ചിട്ട്. കാരണം കുഞ്ഞാലിയാജിൻ്റെ മകനാണ്, വീരാനാജിൻ്റെ മകനാണ്, ഐദുർസ്ഖാൻ്റെ മകനാണ്, തെക്കേക്കര ബീരാൻകുട്ടി ഹാജിൻ്റെ മകനാണ്. അപ്പോൾ ആ മക്കളെ പേര് നഷ്ടപ്പെടുത്താതിരിക്കാൻ, വാപ്പാൻ്റെ വില നഷ്ടപ്പെടുത്താതിരിക്കാൻ ഓരോ മനുഷ്യനും ഇങ്ങനെ കണ്ണത്ത രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ ജീവിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. പ്രവാസികൾ, ഗൾഫിലുള്ളവരെല്ലാവരും. പക്ഷെ പുറത്തേക്ക് ഒരൊറ്റൊന്നും എടുത്തു വിടില്ല. വളരെ മോശപ്പെട്ട പരിപാടിയല്ല വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല. ഇതാണ് എൻ്റെ ജീവിതം. ഇപ്പോൾ ഞാൻ വെള്ളം നിറയ്ക്കുകയാണ്. 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇവിടെ വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് അന്ന് വെള്ളം വരാതെ ഭയങ്കര ഇടങ്ങറായിട്ട് ഞാനിപ്പോൾ അന്ന് 26,400 രൂപ ചിലവാക്കിയതാണ്. 10/3/2024 BMCക്ക് മൊത്തം. എന്നിട്ടാണ് ഇപ്പോൾ പൈപ്പിൻ്റെ വെള്ളം വന്നത്. മറ്റേത് ഒരു 10 മിനിറ്റ് വെള്ളം വരും, 5 മിനിറ്റ് ഏറ്റവും. ആകെ ഇപ്പോൾ 10-25,000 രൂപ ചിലവാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുക 26,400 രൂപ 10/3/2024 ചിലവാക്കിയതാണ്. ഇന്നെപ്പോലെ കുറേ ആൾക്കാർ കണ്ണത്ത രാജ്യത്ത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് മോളിലേക്ക് കിടക്കുക. കണ്ടില്ലേ, ഇത് എൻ്റെ ബാത്റൂം അത്. പക്ഷെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വരണുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നല്ല വൃത്തിയും വെടുപ്പാണ്. കണ്ണി കണ്ടവർ വന്നിട്ടൊന്നും ഇവിടേക്ക് രാവിലെ എന്താ പറയുക, ഈ മുനിസിപ്പാലിറ്റി കക്കൂസി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഇരിക്കാൻ നേരത്തുള്ള വേറെ ആൾക്കാർ വന്നിട്ട് വാതിലും മുട്ടണം. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ സ്വസ്ഥതായിട്ട് ബാത്റൂമിൽ ഇരിക്കണം. അത് ഒരുവിധ ആൾക്കാർ. അതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഒച്ചപ്പെടുത്തിയാൽ പിന്നെ 2000 ഉണ്ടാക്കി പിടിച്ച് വരുമ്പോഴത്തേന് അപ്പോഴത്തേന് വേറൊരുത്തം വന്നിട്ട് വാതിലും മുട്ടും. അങ്ങനെ ഈ ബോംബെയിൽ ഭയങ്കര ഇടങ്ങറാണ് മുനിസിപ്പാലിറ്റി കക്കൂസിൽ പോകാൻ പൊന്നാര മക്കളെ. കാരണം ഞാൻ മാത്രമല്ല, ഇവിടെ പോയൊരവസ്ഥയാണ്. കാരണം സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാൻ ചില ബാത്റൂമിൽ ഇരിക്കുമ്പോഴാണ് എവിടേക്കൊക്കെ പണിക്ക് പോകേണ്ടതെന്നുള്ളത് തോന്നുള്ളൂ. അത് ഒരു സൈത്താൻ്റെ പരിപാടിയാണ്. ബാത്റൂമിൽ ഇരിക്കുമ്പോഴാണ് കാരണം ഇന്ന സ്ഥലത്ത് പോയാൽ പണി തല്ലിട്ടൂല, അവിടെ പോയാൽ അടി വയറച്ച് കിട്ടും. കാരണം അപ്പോഴാണ് സ്വസ്ഥമായിട്ട് വയറ് ക്ലീനായി പോവുകയും ചെയ്യും. തലക്ക് നല്ല ബുദ്ധിയും വരും. എൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്, ബാക്കിയുള്ളവരുടെ കാര്യമല്ല. തലക്ക് നല്ല സ്വസ്ഥതായിട്ട് ബുദ്ധിയും വരും. കാരണം ഇന്ന സ്ഥലത്ത് പോയാൽ ആ റോട്ടിൻ്റെ സൈഡിൽ തെങ്ങുമ്മ കയറുമ്പോൾ അവിടുന്ന് ആരെങ്കിലും തലമുക്ക് വീഴുമോ, അടി വയറച്ച് കിട്ടുമോ, ചിലപ്പോൾ ഇന്ന് അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം, ഞാൻ നാളെ പോയിട്ട് അവിടെ പോവാം. വെറുതെ അടി കൊണ്ടിട്ട് പോരണ്ട. അത് നല്ല സമാധാനമാണ്. കാരണം ബാത്റൂമിൽ ഇരിക്കുമ്പോൾ തലമുന്ന് എന്തോ പോവുകയാണ്. അപ്പോൾ തലക്ക് എന്തോ ഒരു ബുദ്ധി വരുന്ന പോലെ. എൻ്റെ കാര്യമായിട്ട് പറയാം, എല്ലാവരുടെ കാര്യം എന്താ നിൽക്കാന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ മുകളിൽ കയറേണ്ട സംഭവം വരാം ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ ഓരോ മനുഷ്യൻ. ഞാൻ മാത്രമേ ഇന്നെ പോലെ ഉണ്ണിയേട്ടൻ്റെ ഇറങ്ങിക്കടൻ്റെ വീഡിയോസ് കണ്ടില്ല. ആ പാവം മനുഷ്യന് ആ പ്ലാസ്റ്റിക്കിനുള്ളിൽ മഴ കൊണ്ടിട്ടും പുതപ്പ് നനഞ്ഞിട്ട് കെടുക്കുകയാണ്, ഒരാളോടും പറയാതെ. എന്നിട്ട് ഓരോ മനുഷ്യന്മാരെന്താ ചെയ്യണമെന്ന് അറിയോ, ഈ പിരിവിന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഗൾഫ് കണ്ടു വന്ന ആൾക്കാരാണ്. അവരും പ്രയാസത്തിൽ കൂടെ കടന്നു വന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു കമ്മിറ്റിക്കാരനാക്കോ, ഓനെ ഒരു സെക്രട്ടറി ആക്കോ, ഓനെ ഒരു മാനേജർ ആക്കുമ്പോൾ എന്താ അറിയോ, ആ ആള് മറ്റോന്റെ പ്രയാസങ്ങളൊന്നും ചിന്തിക്കണില്ല. ഓനെ ഏതായാലും അവിടെ വലിയ ആളാക്കി, ഓനവിടെ പിന്നെ വലിയൊരു സെക്രട്ടറി ആക്കി എന്നെ ചെയർമാൻ ആക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയോ, എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയതൊക്കെ ഞാൻ മറ്റുള്ളവരോട് പറയാതെ മറ്റോന്റെ പണം കിട്ടാൻ വേണ്ടിയിട്ട് അലാക്കിന്റെ പിരിവെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനായിരിക്കും സ്വർഗത്തിൽ പോകുക. ഞാൻ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. കാരണം എന്താണ്, എന്നെ പടച്ചോനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ അറിയോ, എടാ നരകവും സ്വർഗവും എന്നെ ഞാൻ ഈ ഭൂമിയിലിട്ട് പഠിപ്പിച്ച്. ഇപ്പൊ നിന്നെപ്പോലത്തെ ആൾക്കാർ കണ്ണത്ത രാജ്യത്ത് പ്രവാസി ലോകത്ത് ഓരോ മനുഷ്യനും പ്രയാസപ്പെടുന്നത് എന്നെ ഞാൻ പഠിപ്പിച്ച്.
എന്നിട്ടും ആ മനുഷ്യന്റെ കുടുംബത്തിലേക്ക് ആ മനുഷ്യൻ ആ രാജ്യത്തിന് 1 മാസം 2 മാസം നിൽക്കാൻ വരുമ്പോഴേ പിരിവെടുക്കുമ്പോഴേ എടാ അന്നൊക്കെ എന്താടാ ഞാൻ പറയുന്നൊക്കെ അല്ല എന്നോട് ചോദിക്കുക. ഞാൻ എന്താ എൻ്റെ അള്ളഹാനോട് ഞാൻ മറുപടി കൊടുക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ? ഇന്നെ കണ്ണീര് പിടിപ്പിച്ച് ഞാൻ ഒരു നിലയിലേക്ക് ആയി വരാന്. അപ്പൊ എത്രയോ പ്രയാസത്തിൽ കൂടെ കടന്നു വന്ന ആൾക്കാർ ഇന്നെപ്പോലെ എത്ര ആൾക്കാരുണ്ടാവുന്നവരോ. എന്നിട്ട് ആ മനുഷ്യന്റെ കടം വീടിൻ്റെ ആ മനുഷ്യൻ കടം വാങ്ങിയിട്ട് വീട് വെച്ചിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കി. കടം വാങ്ങിയിട്ട് വീട് വെച്ചിട്ട് കടത്തി മുങ്ങിയിട്ട് ഓന് നല്ലൊരു ഡ്രസ്സും ഓന്റെ ശരീരം തടി വെച്ചിട്ട് ഓൻ അവിടെ വെറുതെ ഇരുന്നിട്ടോ അല്ല പണി ഇത്രയൊക്കെ തിന്നുമ്പോൾ ഒന്ന് തടി വന്നാവും അവിടെ നിറം വെക്കും. അപ്പൊ ആൾക്കാർ നല്ലൊരു പിരിവെടുക്കാൻ വരും. ഈ പിരിവെടുക്കാൻ വരുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ആ പിരിവെടുക്കാൻ വരച്ച നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പള്ളികൾക്ക് വേണ്ടിയിട്ടൊക്കെ വലിയ പിരിവിന് വരിക. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ നിസ്കരിച്ച് തയമ്പെടുക്കാൻ ഞാൻ സ്വർഗത്തിലോട്ട് കിടക്കുമെന്ന്. അത് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, ആദ്യം ഞാൻ സ്വർഗത്തിലേക്ക് കിടക്കണമെങ്കിൽ ഞാൻ എത്ര ആൾക്കാരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ അവരോട് പറയും മുന്നിൽ വന്ന് നിൽക്കാൻ. അള്ള ചെയ്യുമോ? അള്ള ചെയ്തിട്ട് പറയും ഈ പാവം എടാ അന്ന ഞാൻ എത്ര കൊല്ലം വരാ ഇജ്ജ് കണ്ണത്ത രാജ്യത്ത് എത്രമാത്രം എന്നെ ഞാൻ പ്രയാസപ്പെടുത്തി. അപ്പൊ നീ അങ്ങനെ കര കയറിയിട്ട് എൻ്റെ മക്കളൊക്കെ ഗൾഫിൽ എൻ്റെ മക്കൾക്കും നല്ലൊരു ജോലി വാട ഭാഗമായപ്പോ നീ നല്ലൊരു നിലയിലെത്തിയപ്പോ നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഇങ്ങനെ ഓരോ മനുഷ്യന്മാര് കണ്ണത്ത രാജ്യത്ത് നിന്ന് പണിയെടുക്കുമ്പോ അവർക്കൊക്കെ പിരിവെടുക്കുമ്പോ ഒരു ലിമിറ്റില് താങ്ങാവുന്ന പറയാ ഇവിടെ നിങ്ങളെ കൊണ്ട് എന്താണ് തരാൻ പറ്റുക, നിങ്ങളെ ഒരു പിരിവ് കയറി ഇല്ലെങ്കിൽ നിങ്ങൾ വക്കറ്റിട്ട് നടന്നോളി. അതാ ചെയ്യണ്ടേ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ 10 ആൾക്കാരെ കൂട്ടിയിട്ട് വരുമ്പോ ആ പാവ നാട്ടിൽ നിന്ന് പ്രവാസി ലോകത്ത് നിന്ന് വന്നിട്ടുള്ളൂ. ഓനെ ചിലപ്പോൾ കുട്ടിനെ കൊണ്ടുപോകാൻ കൂടി പൈസ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഓൻ എന്തെങ്കിലും ഒരു അർജന്റായിട്ട് വേറെ ആൾക്ക് എടുത്തച്ച പൈസക്കാരോ അതിന്റെ ഇടയിൽ ഞാനാണ് കയറി ചെന്നിട്ട് പറയണോ ഇങ്ങനെ ഒരു പിരിവുണ്ട് അമ്പലത്തിൽക്കും മറ്റേൽക്കും ഓരോന്നിനായിട്ട് പിരിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എഴുതുമ്പോണ്ടല്ലോ ആ മനുഷ്യന്റെ ഹൃദയം വേദനിക്കുക. നിങ്ങളോട് പറയില്ല. അതിന് നല്ല നിങ്ങൾ എന്തായാലും ഒരു ബക്കറ്റ് ഡബ്ബ അടച്ചിട്ട് ഓരോട് സ്വകാര്യത്തിൽ പറയാം. എന്താ പറയണ്ടെന്ന് അറിയോ? ഇജ്ജ് ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഒരു പിരിവുണ്ട് പള്ളികൾക്കോ അല്ലെങ്കിൽ മദ്രസയിൽക്കോ അമ്പലത്തിൽക്കോ എവിടേക്കാച്ചാലും അത് നീ ഒരു കാര്യം ചെയ്താളെ ആ ഡബ്ബാട് കൊണ്ടേക്കോ. എൻ്റെ ഇഷ്ടത്തിന് നീ അത് ഇട്ടാളെ ബിസ്മിയിലിട്ട്. നിനക്കറിയാം പള്ളികൾക്കാണ് അമ്പലത്തിക്കാണ് അപ്പൊ എങ്ങനെയെങ്കിലും കണ്ടറിഞ്ഞു കൊടുക്കണം. അത് നീ എങ്ങനെ വെച്ചാൽ ചെയ്തോ, ഞങ്ങൾ കാണുന്നില്ല. ആ ഡബ്ബയിൽ നീ ഇട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നീ എത്ര ഇട്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ട. അപ്പൊ നിന്നെ ഞങ്ങൾക്ക് എന്നും അഭിമാനമായിട്ട് തോന്നും. അങ്ങനെ ചെയ്യുങ്ങൾ എന്നിട്ട് സ്വർഗത്തിക്ക് പോകാൻ പറ്റുമോ? അള്ള ആദ്യം നിങ്ങളെ സ്വർഗത്തിക്ക് വിടും. ഞാൻ പറഞ്ഞു ഞാനിതൊക്കെ ഉണ്ടല്ലോ നിനക്ക് ഇതൊക്കെ ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ കാണിച്ചു തരും. ഇതൊക്കെ കാണാം. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് മനുഷ്യനടുത്ത് പിരിവിന് പോവുക? ഞാൻ ചോറല്ല തിന്നണത്. ആ പാവം എത്രമാത്രം ഓരോ മനുഷ്യന് ഊണുമില്ല ഉറക്കമില്ല വണ്ടി ഓടിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് ആ മനുഷ്യർ ഒരു നാട്ടിലൊരു കൊട്ടാരം പണി ചെയ്യണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കട്ടെ ഓൻ വലിയ കോടീശ്വരനാണ്. ഓൻ കോടീശ്വരനല്ല. നിന്റെ റൂമിലേക്ക് കയറണം. ഞാൻ പറഞ്ഞുതരാം അതിന്റെ ബാക്കി. എൻ്റെ റൂമിലേക്ക് കയറണ സംഭവട്ടാ. ഇനി ഇത് അങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കയറിയിട്ട് പിന്നെ അത് അങ്ങോട്ടേക്ക് കയറുക. ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. അവിടെ ഇങ്ങനെ കിടക്കും. ഞാൻ അവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും കേട്ട പഠനം പറയും ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മയ്യത്ത് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരങ്ങളൊന്ന് ആലോചിച്ചേക്കാണ്. ഞാൻ നമ്മൾ കേട്ടഞ്ഞു ഇങ്ങോട്ട് ഓക്കെ. ആ മയ്യത്ത് അവിടുന്ന് ഇങ്ങനെ കൂടുന്നിട്ട് ഈ കോണിപ്പടിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കണം, കുത്തനെ ഇറക്കണം. എന്നിട്ട് വേണം ആ മയ്യത്ത്. ഞാൻ എപ്പോഴും എൻ്റെ റബ്ബിനോട് പറയണം അല്ലാ ഇവിടെ മരിപ്പിക്കല്ലെന്ന്. ഇന്നെ മാത്രമല്ല പല മനുഷ്യന്മാർ കണ്ണത്ത രാജ്യത്ത് പോയിട്ട് ഓരോ പ്രവാസികളും അവരൊക്കെ ജീവിതമോ അവരൊക്കെ ചെറിയ റൂമിൻ്റെ ഉള്ളിൽ കോണിപ്പടി സ്റ്റെപ്പാക്കിയിട്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. അതൊക്കെ അവരൊക്കെ മരിക്കുമ്പോൾ എപ്പോഴും റബ്ബിനോട് രാവിലെ നിസ്കരിക്കുമ്പോൾ പറയാം എല്ലാ മതത്തിനും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഏത് മനുഷ്യനും കണ്ണത്ത രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അവിടെ മരിപ്പിക്കല്ലെന്ന്. അവരെ നാട്ടിലെത്തിയിട്ട് കുട്ടികളെ കുറച്ച് ദിവസമെങ്കിലും മക്കളെ കണ്ടിട്ട് നീ ഞങ്ങളെ റൂഹിനെ കടന്നു പിടിച്ചോ റബ്ബേന്നാണ് ഞാൻ എപ്പോഴും പറയണത്. കാരണം എനിക്ക് വേണ്ടി എനിക്ക് മാത്രമായിട്ട് ഞാൻ ദുആ ചെയ്യൂല ഞാൻ. കാരണം ഓരോ മനുഷ്യൻ്റെ വേദനയും വേർപ്പും എന്താ കഷ്ടപ്പാട് എന്താന്ന് നിങ്ങൾക്ക് ആർക്കും എൻ്റെ യൂട്യൂബിൽ ആർക്കും അറിയില്ല. എൻ്റെ മക്കളും എൻ്റെ സ്നേഹിതന്മാരും പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അതും ഈ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനത്തിന് വേണ്ടിയൊന്നും ചെയ്തതല്ല. കാരണം ഞാൻ യൂട്യൂബിലേക്ക് വരുന്നതിന് മുന്നേ ഒരുപാട് 4 വീഡിയോ 5 വീഡിയോ ഒരു മിനിറ്റ് ഇപ്പോൾ 4 വീഡിയോ 5 വീഡിയോ വിടാതെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് കാരണം അവർ പറഞ്ഞു എടാ ഞങ്ങൾ മൊബൈൽ ഹാങ് ആവുകയാണ്, ഇച്ചൊന്ന് ഒരു യൂട്യൂബ് ഉണ്ടാക്കിയാൽ ഞങ്ങൾക്കായിരുന്നു കാണാം, അതാകുമ്പോൾ ഞങ്ങൾ മൊബൈൽ ഹാങ് ആവില്ല കാരണം. അപ്പം ഞാനത് തുടങ്ങിയതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടാനെ പിടിക്കുക. അത് മക്കൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ് കിട്ടിക്കോട്ടെ കുട്ടികൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് ഞാൻ തെങ്ങുമ്പോൾ കയറിയിട്ട് പടച്ചോനെ ഞാൻ 500 റുപ്യ 1000 റുപ്യ 2000 റുപ്യ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന് എൻ്റെ റബ്ബിനെ ശ്രദ്ധിക്കുക. അള്ളാഹിനോട് പറഞ്ഞ് എൻ്റെ കയ്യിലും കാലിലും ഒന്നും തരില്ല റബ്ബേന്ന്, എന്തെങ്കിലും ഒരു അസുഖം വരുത്തല്ലെന്ന്. അത് അധ്വാനത്തിൻ്റെ പൈസയാണ്.
ചോര നീരായിട്ട് അധ്വാനിച്ചിട്ട് വയർത്തിട്ട് ഉറുമ്പിൻ്റെ കടിയും കടന്നലിൻ്റെ കുത്തും ഇത് കട്ടായ കടന്നലിൻ്റെ കുത്തും എല്ലാതും കൊണ്ടിട്ട് പ്രയാസത്തിൽ കൂടെ ഉണ്ടാക്കുന്ന പൈസയാണത്. പക്ഷെ അതിൽ കൂടെ വേണ്ടാത്ത കുറേ പൈസ മറ്റവനെ കുറേ നുണ പറഞ്ഞിട്ട് മറ്റവനോട് തിരിപ്പിച്ചിട്ട് മറ്റവനോട് 10-ാം തീയതി ഡേറ്റ് പറഞ്ഞിട്ട് 20-ാം തീയതി കൊടുക്കുക, എന്നിട്ട് ആളിട്ട് ഇറങ്ങുക. ഈ പൈസ ഒന്നും നമ്മൾ തിന്നരുത്. അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയ സമ്പത്ത് ഞാൻ അധ്വാനിച്ച് തെങ്ങുമ്പോൾ കയറിയതൊക്കെ വെറുതാവും. ഒരു മിനിറ്റ്, ഞാൻ ആ വെള്ളം നിറയ്ക്കായിരുന്നു. അപ്പോൾ പൈപ്പ് മോട്ടർ ഇവിടെ 10 മണിയാകുമ്പോൾ വെള്ളം തീരും. 1 മണിക്കൂർ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എല്ലാവരോടും പറയുന്നുണ്ട്, ചോര നീരായിട്ട് നമ്മൾ അധ്വാനിക്കുമ്പോൾ വേറെ ഉറുപ്പ്യ നമ്മൾ അതിലേക്ക് കടക്കരുതിട്ടാ. അത് കടന്നിട്ട് നമ്മളെ മക്കൾക്കോ നമ്മളെ ഭാര്യക്കോ നമ്മളെ ഉമ്മാക്കോ നമ്മളെ വാപ്പാക്കോ തീറ്റിക്കരുത്. ചിലപ്പം നമുക്ക് രോഗം വരില്ല, പക്ഷെ നമ്മളെ ഭാര്യക്ക് വരും, അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് വരും, നമ്മളെ ഉമ്മാക്ക് വരും, നമ്മളെ വാപ്പാക്ക് വരും. താങ്ങാൻ പറ്റാത്ത അസുഖങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ അവരെ ജീവന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പണം ചിലവാക്കണം. ചിലപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉറുപ്പ്യ ആ നമ്മളെ ബ്ലഡിലേക്കോ അല്ല നമ്മളെ മക്കളെ ബ്ലഡിലേക്കോ നമ്മളെ കുട്ടികളെ ഇതിലേക്കോ കടന്നു ചെന്നിട്ടുണ്ടാവും. അത് ചിലപ്പം ചിലർക്ക് അത് ഇല്ലാത്ത ഒരു പൈസ വാങ്ങി തിന്നാത്തവനക്കുണ്ട് രോഗം, അത് പൈസ വാങ്ങി തിന്നുന്നവനക്കുണ്ട് രോഗം, രണ്ടുമുണ്ട്. പക്ഷെ ഇതിൽ ഏതാണ് വരികയെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പം നമ്മൾ പടച്ചോൻ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ചിന്തിക്കാനും എല്ലാത്തിനും അള്ള തന്നിട്ടുണ്ട്. അല്ലാതെ സ്കൂളിൽ പോയവർക്കും മദ്രസയിൽ പോയവർക്കും തന്നെ വിദ്യാഭ്യാസം ഉള്ളതൊന്നുമില്ല. അത് നിങ്ങൾക്ക് തോന്നുകയാണായി. ഞാൻ സ്കൂളിലും പോയിട്ടില്ല, മദ്രസയിലും പോയിട്ടില്ല, എനിക്ക് ആ ബുദ്ധി മതി. അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ വല്ല ബിൽഡിങ് കെട്ടിടം പണിയെടുക്കാനോ അല്ലെങ്കിൽ വല്ല ബീരങ്കി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ JCB ഉണ്ടാക്കാനുള്ള ബുദ്ധിയൊന്നും ഇപ്പം എനിക്ക് വേണ്ട. ഒരു നേരത്തെ ഭക്ഷണം ഭാര്യ മക്കളുമായിട്ട് നല്ലപോലെ ജീവിച്ച് പോരാനുള്ള അതുമായിട്ടുള്ള ജീവിതത്തിൻ്റെ ബുദ്ധി അള്ള നമുക്ക് തരുമ്പോൾ അതായിട്ടാണ് പൊരുത്തപ്പെട്ട് പോയാൽ മതി. ബാക്കിയുള്ളവർ പഠിച്ചിട്ട് അവർ നല്ല നിലയിൽ എത്തിക്കോട്ടെ, അവരിന്ന് ലോകത്ത് പല സംഭവങ്ങളും കണ്ടുപിടിക്കട്ടെ. നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ മറ്റവരുടെ കുറെ കായ് വാങ്ങി തിന്നിട്ട് ജീവിക്കണ്ട. അത് അള്ള നമുക്ക് പള്ളിക്കാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ നല്ല ചിന്തിക്കുക. ഇതുപോലെ നമ്മൾ പിരിവിന് വരുമ്പോൾ ഞാനിപ്പോൾ ഗൾഫിൽ പോയി അല്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് പോയി ഞാൻ ഒക്കെ പഠിച്ച ആളാണ്, എല്ലാം പഠിച്ച ആളാണ്. കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കൊന്നുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ പേരും കൂടി വിറ്റാൽ 1 കോടി രൂപയുടെ മുതലുണ്ട് ആയിരിക്കണം. അതിൻ്റെ പുറമെ ഞാനൊരു 10, 25, 30 സെൻറ്റ് 35 സെൻറ്റ് സ്ഥലം 35 സെൻറ്റ് സ്ഥലം വേറെ ഉണ്ട്. അതിൻ്റെ പുറമെ ചേകനൂർ ഞങ്ങൾക്ക് ഭാഗം വെച്ച മുതലുണ്ട് ഉമ്മാടെ, അതിലുണ്ട് 10-20 സെൻറ്റ്. അതൊക്കെപ്പാടെ കൊടുത്താൽ 2 കോടി രൂപ എനിക്ക് കിട്ടും. പിന്നെ ഇനി മുതൽ ഭാഗം വെക്കാണ്ട് പാൻറ്റി അത് ഇനി വേറെ കിട്ടണ വെച്ചാൽ കിട്ടി. പക്ഷെ എന്താണ്, ആ പൈസ എല്ലാം ആഗ്രഹിക്കണ്ടേ. ദിവസം നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസ നമ്മൾ സുഖമായിട്ട് ജീവിക്കാൻ നോക്കുക. ഒരാൾ 1 റുപ്യ തിന്നരുതെന്നുള്ള നെയ്യത്തിച്ചാൽ മതി. അല്ല നമ്മളെ കണ്ണീര് പിടിപ്പിച്ചാണ്ട് പിടിപ്പിച്ചോട്ടെ, എന്നാലും പറ്റില്ല നമ്മൾ ഒരാൾ 1 റുപ്യ വാങ്ങി തിന്നൂലാന്ന്. അല്ല ഏതെങ്കിലും ടൈമിന് നമ്മളെ അള്ള റബ്ബ് കണ്ണ് തുറക്കും, വിടൂല. നമ്മൾ ആദ്യം കണ്ണീര് പിടിപ്പിക്കും. അത് അള്ളാൻ്റെ ഒരു പരീക്ഷണങ്ങളാണത്. പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്താണ് അന്നെ ഞാൻ പ്രയാസപ്പെടുത്തി അവസാനം നീ ഏത് വഴി തിരഞ്ഞെടുക്കും എന്നാണ് അള്ളാൻ്റെ കണക്കൂട്ടൽ. അള്ള എങ്ങനെ പരീക്ഷിച്ചാൽ നമ്മളെ ഇതാക്കി അടങ്ങറാക്കിയാലും അപ്പോഴും നമ്മൾ ആ വഴിക്കല്ല പോണത്. നമ്മൾ വഴി വേറെ നല്ല വഴിയാണ് തിരഞ്ഞെടുക്കണം. അപ്പം അള്ളാഹ്ക്കറിയാം, എടാ നീ എന്ത് ചെയ്താലും നിന്റെ പ്രവൃത്തി നല്ലതായിട്ട് തന്നെ കാണുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കിടക്കട്ടെ എന്ന് പറയും. റബ്ബ് നമ്മളെ ഹൃദയത്തിൽ കിടന്ന് ഉറങ്ങും, നമ്മളറിയില്ല. പടച്ചോനക്ക് മനുഷ്യന്മാരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ ഹൃദയത്തേക്ക് ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തേക്ക് അള്ളാഹ് കടന്നു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രം പറയാച്ചാൽ ഒരുപാട് പറയണ്ട. അള്ളാഹാനെ അപ്പം നിങ്ങൾ പറയും എനിക്ക് ഭ്രാന്താന്നാ പറയുന്നത്. അള്ളാഹാനെ കണ്ടുമുട്ടുന്ന പല സമയങ്ങളുടെ ഓരോ മനുഷ്യരും എല്ലാവരും ഹൃദയത്തിക്കും അള്ളാഹ് കിടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയണില്ല റബ്ബ് കിടക്കണത്. അതാണ് ഞാൻ വല്ലാതെ പ്രയാസം ചിന്തിക്കണേ. അള്ളാഹ് കടന്നു വരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അത് കടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തോ എൻ്റെ ശരീരത്തിൽ എന്തോ കടന്നു വന്നിക്കണമെന്നുള്ളത്. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തേക്ക് കടക്കും. പക്ഷെ നമ്മളെ മനസ്സ് നന്നാക്കി വെക്കണം. നമ്മൾ ആരോടും കറിയും പകരില്ല, കുടുംബത്തിൽ തെറ്റി പിരിയാൻ പാടില്ല, സ്വത്തിൻ്റെ പേരിൽ നമ്മൾ മുതലിനോട് തർക്കിക്കുക, ഏതെങ്കിലും മുതൽ നമ്മൾ വാങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ജന്മത്തിൽ നമ്മൾ ഹൃദയത്തേക്ക് കിടക്കൂല. അതിൻ്റെ ഹക്കിടപാട് കൊടുത്തല്ലാതെ അള്ളാഹാനെ ഞാൻ കുറേ അങ്ങോട്ട് ഓതുക, കുറേ നിസ്കരിക്കുക, കുറേ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ട. അങ്ങനത്തെ ആ മനുഷ്യനെ അള്ളാഹ്ക്ക് വേണ്ട. എത്ര നിസ്കരിച്ചോ എത്ര നിസ്കാര ടൈം ഉണ്ടായിക്കോ അന്നെ എനിക്ക് വേണ്ടെന്ന് അള്ളാഹ് പറയാം. എടാ നീ വഴി നന്നാക്കി, നീ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്തിനാണ് നമ്മൾ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണേ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടണം. നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ദുആ ചെയ്താൽ കാണേ ദുആക്ക് അള്ളാഹു അള്ളയും കടന്നു വരും, മലക്കും കടന്നു വരും. അത് നമ്മളെ ഇഷ്ടം കൊണ്ട്.
നമ്മൾ കണ്ടില്ലേ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എന്തൊക്കെ മോഹൻലാലിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, മമ്മൂട്ടിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, എം എ യൂസുഫ് അലി സാറിനെ കാണാൻ, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോൾ ആ മനുഷ്യന്മാർ ആ വീഡിയോ കാണുമ്പോൾ ആ മനുഷ്യന്മാരെ തന്നെ നേരിട്ട് നമ്മളെ കാണാൻ വരുന്നുണ്ട്. നോക്കണേ, നിങ്ങൾ കാണില്ലേ? അപ്പോൾ ഏതോ ഒരു സ്ത്രീ സങ്കടപ്പെട്ട് ഇരിക്കേണ്ട സായി മമ്മൂട്ടി സാറിനെ ഇഷ്ടമാണ്, മോഹൻലാൽ സാറിനെ ഇഷ്ടമാണ്, സുരേഷ് ഗോപി സാറിനെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് ആ കാണുന്ന ആ വീഡിയോ കാണുന്ന ആ മനുഷ്യ നടന്മാർ അവർ നമ്മളെ കാണാൻ ആഗ്രഹിച്ചിട്ട് വരും. ആ മനുഷ്യരടുത്തേക്ക് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കണം. അപ്പോൾ ഇതേമാതിരിയാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹ് തന്നെ നേരിട്ട് വരും, നമ്മളെ ഹൃദയത്തേക്ക് കടക്കും. നമ്മളെ പ്രവൃത്തി നന്നാക്കി വെക്കുക. അതുപോലെ പിന്നോട് പറയണേ, ഇജൊരു ഞാൻ പറയില്ല പള്ളിക്കലെ കമ്മിറ്റി പള്ളിക്കലെ ചെയർമാൻ ആവാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ആയിന്ന് വരും. ആയിന്ന് വരുമ്പോൾ ഞാൻ എന്നോട് പറയണം ഇങ്ങനെ ഒരു പിരിവുണ്ട്, നമുക്കൊന്ന് പിരിവേറ്റ് എല്ലാവരും കൂടിയിട്ട് പിരിവെടുക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഞാൻ എന്താ ചെയ്യാറിയോ, ഓരോ മനുഷ്യൻ്റെ കഷ്ടപ്പാട് എങ്ങനെയൊക്കെ പ്രവാസി ലോകത്ത് ഓനെ എവിടെ വെച്ചോ പ്രവാസി ലോകത്താന്ന് പറഞ്ഞാൽ ഞാൻ ഓൻ്റെ കഷ്ടപ്പാടും കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു ഡബ്ബുണ്ടല്ലോ, ഒരു ഡബ്ബുണ്ടാക്കിയിട്ട് ഓരോ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പറയാൻ എന്താ അറിയോ, ഇങ്ങനെ നമ്മളെ പള്ളിക്കൽക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ എത്ര തരണം എന്നുള്ളത് നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ 4000 5000 ഒക്കെ വേണം. പക്ഷെ അതൊക്കെ നിങ്ങൾ തരുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങളെ അവസ്ഥ എന്താണ്, നിങ്ങൾ ഏത് നിലയിലാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങളെ വീടും ഇതൊക്കെ കാണുമ്പോൾ ഒരു കോടി രൂപ മുതൽ കാണാണ്ട്, പക്ഷെ അതൊക്കെ ഞങ്ങൾ ഏത് വൈക്കൊക്കെ കൂടെ കടത്തി കൂടെ ഉണ്ടാക്കിയതാണെന്നും അത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ പിരിവിന് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ഡബ്ബയിൽ ഞങ്ങൾ അറിയേണ്ട ആ ഡബ്ബ പൊട്ടിക്കരുത്. ആ ഡബ്ബയിൽ നിങ്ങളെ ഇഷ്ടം പോലെ പൈസ നിങ്ങൾ അതിലിട്ടോളി ബിസ്മേലിട്ട്, ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല എന്ന് പറയാം. അതാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്നിട്ട് അള്ളാഹിൻ്റെ അടുത്ത് കടന്നു വന്നോക്കാണ്, അള്ളാഹ് അവിടെ വാതിലും ഉറക്കും. അല്ലെങ്കിൽ ഒരാളോട് പലതും പറഞ്ഞിട്ട് കയ്യിൽ കായില്ലാത്ത സമയത്ത് മറ്റോ പിരിവിന് വന്നാണ്ടല്ലോ, ആ പിരിവിന് വന്നവനൊന്നും സ്വർഗത്തേക്ക് ആദ്യം കിടക്കും. ഞാൻ കിടക്കുന്നു ചെയ്യുന്നുണ്ട്, ഞാനാണ് ആ പിരിവിനെന്താ ഇന്ന റബ്ബ് പറയും, എടജ്ജ് എത്രമാത്രം ഈ പാവങ്ങളെ വേദനിപ്പിച്ചിട്ട് എടജ്ജ് പിരിവുണ്ടാക്കിയെന്ന് ചോദിക്കും. ഓരോന്നിനും ഉത്തരം പറഞ്ഞു, ഒന്നിനും ഒരു 100 ഉത്തരം റബ്ബിന് കൊടുക്കേണ്ടി വരും. നമ്മൾ വിചാരിക്കേണ്ടാവും നമ്മളൊക്കെ വേഗം ചെല്ലുന്നു. അള്ളാഹിൻ്റെ അടുത്ത് അള്ളാഹ്ക്ക് ഇപ്പം നമ്മളൊന്നും വേണ്ട. കാരണം നമ്മൾ നേരാവാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാം നിങ്ങൾ നിസ്കരിക്കുക വിഭാഗത്ത് കിടക്കുക ഇന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നതാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ ആ വഴി നമ്മൾ നന്നാക്കി വെച്ച് പോയാൽ മതി. ഇൻഷാ അല്ലാഹ് എൻ്റെയൊക്കെ ജീവിതമാണ് ഈ കാണുന്നതൊക്കെ. ഇവിടൊക്കെ കിടന്നിട്ടാണ് ഞാനിങ്ങനെ ഒരു കുടുംബത്തേക്ക് ഒരു 10 രൂപ ഇവിടെ നിന്നൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹിനോട് പറയുന്നത് അള്ളാഹ് ഇവിടുന്ന് മരിപ്പിക്കല്ലേ എന്ന്. എന്നെ മാത്രമല്ല എന്നെ പോലെ കുറേ ആൾക്കാരുണ്ട് ഈ കണ്ണത്ത രാജ്യത്ത് താമസിക്കണം, ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ചുമരിട്ട് ഇവിടേക്ക് താമസിക്കണേ. പിന്നെ എന്താ ചെയ്യുക, ഇവിടുത്തെ 5000 6000 രൂപ വാടക. ഇനിയിപ്പോൾ ഞാൻ നല്ലൊരു റൂം എടുത്ത് താമസിക്കുക 10000 20000 രൂപ എനിക്ക് കുടുംബത്തേക്ക് വല്ലതും അയക്കണ്ടേ. ഞാൻ ഇവിടെ തെങ്ങ് കയറിയിട്ട് 2000 1000 3000 രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങണേനും കടയുടെ വാടകയും പണിക്കാർക്ക് ശമ്പളവും ഒക്കെയാണ് കൊടുക്കാൻ നിന്ന് അവസാനം എനിക്ക് എന്താ കിട്ടുക? എനിക്കും വേണം ഒരു 10,000 രൂപ മാറ്റിയേക്കാണ്. സംഭവം 2000 കിട്ടുന്നുണ്ട്, 1000 കിട്ടുന്നുണ്ട്, 3000 കിട്ടുന്നുണ്ട്. ഇവിടെ എത്ര കിട്ടിയാലും 10,000 ചിലവാണ്. അത് എല്ലാവരുടെ സ്ഥിതി അതന്നെ. ഒരാളെ കയ്യിലേക്ക് ദിവസം 1000 കിട്ടുമ്പോൾ ഓനക്ക് 1500 ചിലവുണ്ട്. അത് നമ്മളറിയില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം. എൻ്റെ വിഷമം കൊണ്ട് പറയണം. നിങ്ങളെല്ലാ മനുഷ്യന്മാരെ ഒരുപോലെ കാണട്ടെ, വേറെ തരത്തിൽ കൂടെ കാണരുത്. ഹിന്ദുവിനെയും മുസ്ലിമാനെയും ഹിന്ദു മുസ്ലിങ്ങളെ വേറെ തരത്തിൽ കൂടെ കാണരുത്, മുസ്ലിം ഹിന്ദുവിനെ വേറെ തരത്തിൽ കൂടെ കാണരുത്, ക്രിസ്ത്യാനെ വേറെ. ഇവിടെ അമ്പലവും ചർച്ചും ഈ പള്ളിയൊക്കെയും ഏകനായ റബ്ബിൻ്റെയാണ്. നമ്മൾ നല്ല വഴി തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അതിന് പോലെ നടന്നു പോയാൽ മതി. അല്ലാതെ മറ്റവൻ്റെ വാക്ക് കേട്ടിട്ട് പോയിട്ട് മറ്റവനെ കൊല്ലാൻ നടക്കണ്ട. അവിടെ നമ്മൾ ചേർക്കണ്ടാവും. ഇപ്പോൾ എന്നോടൊരു ഉസ്താദ് പറയാണ്, ഈ മറ്റവനോട് കൊന്നാളെ നമുക്ക് സ്വർഗത്തേക്ക് പറഞ്ഞാൽ ആ ഉസ്താദന്മാരെ പിന്നാലെ നടക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ സ്വാമി വല്ലതും പറയുകയാണെങ്കിൽ അവിടെ അതൊന്നും പറയണ്ട. നമ്മളെ മനസ്സിൽ എന്തോ വരണേ അതായിട്ടാണ് പോയാൽ മതി. അല്ല മറ്റുള്ളവർ കുറേ പറഞ്ഞു തന്നിട്ടൊന്നും നമ്മൾ നേരെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് നമ്മൾ ആരെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ആരെങ്കിലും പൈസ ഉള്ള തന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്? ആരും തരൂല. ഒക്കെ അവനവൻ്റെ കാര്യം അവനവൻ്റെ ഭാര്യയും മക്കളും എന്നുള്ളതിൽ കൂടെയാണ്. നമുക്കിങ്ങനെ കുറേ പ്രസംഗം പറഞ്ഞു തരും. അവസാനം നമ്മളടുത്ത കായ് മേടിച്ചിട്ട് ഓരോരുത്തർ പോകണത്. ഇങ്ങോട്ട് തന്ന സംഭവങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? അത് കാരണം ഞാനൊരാളെ വാക്കിയേക്കാൻ നിൽക്കലില്ല. എൻ്റെ മനസ്സിലെന്തോ വരണേ നല്ല വഴികൾ തിരഞ്ഞെടുത്ത് റബ്ബുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കയ്യിലും കാലിനും അള്ളാഹിനോട് പറയാം. ഇതുപോലെ മുറിഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് ആയിട്ട് നടക്കും. അപ്പം നിങ്ങൾ യൂട്യൂബിൽ അറിയുന്ന ആൾക്കാർ ഓരോ ഉറുപ്പിച്ചിട്ട് ഇട്ടാൽ മതി. നിങ്ങൾ 100 ഉറുപ്പ് ഇട്ടാൽ. കാരണം എനിക്ക് ഒരു ദിവസം ചിലവിനുള്ളത് ഒരുപാട് നീണ്ടുപോയി. അസ്സലാമു അലൈക്കും. നിങ്ങൾ അതിന് മാനേജർ എന്നോട് പൊരുത്തപ്പെട്ടു.